ഹലോ, ഇന്ന് നമ്മൾ മാങ്ങ ഉപ്പിലിടാൻ വേണ്ടി പോവുകയാണ്. അമ്മേൻ്റെ വീട്ടിൽ പോയപ്പോൾ കുറച്ച് മാങ്ങ കിട്ടി. അപ്പോൾ അത് ഉപ്പിലിടാമെന്ന് വിചാരിച്ചു. സ്കൂളിലേക്ക് പോകുമ്പോൾ അമ്പാടിക്ക് കൊടുത്തു വിടാൻ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് മാങ്ങ ഉപ്പിലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങിയല്ലോ കുറച്ച്. അപ്പോൾ നമുക്ക് നീളത്തിലാണ് അരിയണേ. നീളത്തിൽ ഇങ്ങനെ അരിയുമ്പോൾ കടിച്ച് തിന്നാൻ നല്ല രസമാണ്. ഉപ്പും എരിവും പുളിയൊക്കെ പിടിക്കുമ്പോൾ നല്ല രസമാണ്. അപ്പം നമുക്കിങ്ങനെ കനം കുറച്ചിങ്ങനെ അരിഞ്ഞെടുക്കാം. നമ്മളിതിൽ സുർക്കൊന്നും ചേർക്കണില്ല കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. വേറെ ഒന്നും അതിൽ ചേർക്കണില്ല. വേറൊന്നുമല്ല, സുർക്ക കൊടുക്കാൻ പറ്റൂല. സുർക്ക കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചേ. നമുക്ക് ഇങ്ങനെ ചെറിയ പീസാക്കി എടുക്കാം. മാങ്ങ കണ്ടിട്ട് ആർക്കെങ്കിലും വായിൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നമുക്ക് അടുത്ത മാങ്ങയുടെ മൂടുഭാഗം നമുക്ക് ചെത്തി ഇതേപോലെ പീസാക്കി നമുക്ക് കുഞ്ഞു വിട്ടിരിക്കും. ഇവിടെ വിട്ടിരിക്കാൻ ചെറിയ ചെറിയ പീസുകളാക്കി നമുക്കിങ്ങനെ മുറിച്ചിങ്ങനെ എടുക്കാം. എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കയമ്പൊന്നും വേണ്ട. നമുക്കത് ഒഴിവാക്കാം. നമുക്കിത് ഇതേപോലെ നേരത്തെ അരിഞ്ഞ പോലെ ചെറിയ ചെറിയ പീസാക്കി ഇങ്ങനെ അരിഞ്ഞെടുക്കാം. അതേപോലെ തന്നെ അരിഞ്ഞെടുക്കാം. അവിടെ വിട്ടിരിക്കി കത്തി മേത്തോട്ടു വിട്ടിരിക്കി. ആ മതി. കുറച്ച് വെള്ളം എടുക്കണം കഴുകാൻ. വേണം. നമുക്ക് മാറി അതല്ല വേറെ പാത്രം നമ്മുടെ മാങ്ങ ഇതുവരെ നമുക്ക് ഒന്നായിട്ടിടാം. ഇതുവരെ തുണി എടുക്കണ്ട.
ഇതേപോലെ അരിഞ്ഞെടുക്കാം. ഓക്കെ, വേണമെന്നുള്ളവർക്ക് സുർക്ക ഒഴിച്ച് കൊടുക്കാം. ഇനി തിളപ്പിച്ചാറിയ വെള്ളത്തിൽ സുർക്ക ഒഴിച്ച് കൊടുത്താലും മതി. അല്ലാതെ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മാത്രമായിട്ട് നമുക്ക് ഇതിട്ട് വയ്ക്കാം. അപ്പോൾ റെഡിയായി. നമുക്കിത് കഴുകാം. അത് മതി. അപ്പോൾ റെഡിയാണ്. മാങ്ങ അരിഞ്ഞൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കഴുകിയെടുക്കാം. അപ്പം നമുക്ക് മാങ്ങ ഇങ്ങനെ കഴുകാം. നല്ലപോലെ വൃത്തിയിൽ അപ്പം നമ്മുടെ മാങ്ങ ഇവിടെ കഴുകിയുടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മാങ്ങ ഇവിടെ റെഡിയാണ്. കഴുകിയുടെ വൃത്തിയാക്കി. എനിക്ക് വേണ്ടത് നമ്മളെ തിളപ്പിച്ച വെള്ളം വേണം. ചൂടുവെള്ളമാണ്, തിളപ്പിച്ച വെള്ളം. അതിനൊരു കുപ്പിയുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് മാങ്ങ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കുപ്പിയിൽ നിറച്ച് കൊടുക്കാം. അങ്ങനെ നിറച്ചിങ്ങനെ കൊടുക്കാം. നിറച്ചിങ്ങനെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ അത്ര നിറച്ച് വെച്ചു. ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതിൽ വേണ്ടത് മുളകാണ്. മുളകല്ലേ, പിന്നെ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ നമുക്ക് ഉപ്പ് വേണം. കളിച്ച കുഞ്ഞാ അമ്പാടി കളിച്ചോ. ഉപ്പ്, നമുക്ക് തിളപ്പിച്ച വെള്ളം പാരാം. ചൂടാറിയിട്ടുണ്ട്. തിളപ്പിച്ച വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചു. അപ്പോൾ നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ ഇവിടെ റെഡിയാണ്. ഇനി അത് ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് ഇതെടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കൊക്കെ പിടിച്ച് നല്ല സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നല്ല രസമാണ്. സ്കൂളിലേക്ക് ചോറിൻ്റെ കൂടെ കൊടുത്തു വിടാനോ വീട്ടിൽ കഞ്ഞിക്ക് കൂടെ കഞ്ഞീൻ്റെ കൂടെ കൂട്ടാനും ഒക്കെ നല്ല മാങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെല്ലാവർക്കും ബൈ.